വാസ്ലിനെ പറ്റി നമുക്ക് നോക്കിയാലോ. അതായത് റോബർട്ട് ചീസ്ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു കെമിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു ഓയിൽ റിഗിൽ വിസിറ്റിന് പോയതാണ്. അപ്പോൾ അവിടുത്തെ വർക്കേഴ്സ് ഒരു വാക്സ് പോലത്തെ സാധനം തൻ്റെ മുറിവിലും പൊള്ളലേറ്റ ഭാഗത്തൊക്കെ തേക്കേണ്ടത് കണ്ടു. റോഡ് വാക്സ് എന്നതിന് പറയും. അതായത് ഡ്രില്ലിങ് എക്യുപ്മെൻറ്റിൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് വാക്സ് ആണത്. ക്യൂരിയസ് ആയ റോബർട്ട് എന്ത് ചെയ്തു, അതിൻ്റെ കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്ത് തൻ്റെ ലാബിൽ കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന പെട്രോളിയം ജെല്ലിയിലേക്ക് എത്തിച്ചു. വാസ്ലിൻ എന്നാണ് അതിനയാൾ പേരിട്ടതും അതിനയാൾക്ക് പേറ്റൻറ്റും കിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കഥകൾ പറഞ്ഞു ഒരാളെ പറ്റി. അതായത് പുള്ളിക്കാരൻ എല്ലാ ദിവസവും ഈ വാസ്ലിൻ ഒരു സ്പൂൺ ഫുള്ള് കഴിക്കും ഇത്ര. അതായത് ആൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ നിൽക്കണ്ട, കാരണം ഓൺലി ഫോർ എക്സ്റ്റേണൽ യൂസ് എന്ന് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. വെറുതെ ഇത് കേട്ട് കഴിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ലങ്സിന് ഒരു വട്ടം അസുഖം വന്നു. അപ്പോൾ ആളുടെ നേഴ്സിനോട് പറഞ്ഞു ആളെ ടോപ്പ് ടു ബോട്ടം വാസ്ലിൻ വെച്ച് മൂടാൻ. നേഴ്സ് ആളുടെ നിർബന്ധപൂർവ്വം ഇതിങ്ങനെ ചെയ്തു. പക്ഷേ ആൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. വാസ്ലിൻ തേച്ചുകൊണ്ടാണോ അല്ലേന്ന് എനിക്കറിയില്ല. വേറൊരു കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ഈ ഓരോ ജംഗ്ഷനിൽ പോയിട്ട് സ്വന്തം കൈ മുറിച്ചു, പൊള്ളലേൽപ്പിച്ചു, അതിന് വാസ്ലിൻ തേച്ച് സ്വന്തമായിട്ട് അഡ്വർട്ടൈസ് ചെയ്തായിരുന്നു. വാസ്ലിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയായിരുന്നു ആൾ. വളരെ രസമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ആൾ ഓൾമോസ്റ്റ് 96 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ വാക്സ് ചുണ്ടുമ തയ്ക്കാനും മേത്ത് തയ്ക്കാനും വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?